ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വെൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നുറുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്ന ബട്ടർ സ്കോച്ച് പായസം. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പല ടൈപ്പ് നുറുക്ക് ഗോതമ്പ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയൊരു ടൈപ്പാണ്. അത് നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. 2 കപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. വെള്ളം കുറച്ച് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് വറ്റിച്ചെടുത്താൽ മതി. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലാണ് അടിപിടിക്കുക, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ടൈപ്പ് നുറുക്ക് ഗോതമ്പായാലും ഇത്രയും വെള്ളം വേണ്ടി വരും. ഇനി ഇത് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. എന്നിട്ട് ഇത് ഓഫാക്കിയിടാം. ആ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ശർക്കരയും കൂടെ റെഡിയാക്കി എടുക്കാം. 350 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 1.25 കപ്പോളം വരും. ഇത്രയും എടുത്താൽ തന്നെ നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ എടുക്കാം. ഇനി ഇതിനകത്തോട്ട് 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നുറുക്കിയെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം നല്ലപോലെ അലിയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ആവിയെല്ലാം പോയി ഞാനിവിടെ കുക്കർ ഓപ്പൺ ആക്കുകയാണ്. നമ്മൾക്ക് കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വെള്ളം ഒരുപാട് കൂടിയിട്ടുമില്ല, അതേസമയം നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് പാകമായിരുന്നു. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് പായസം റെഡിയാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ആദ്യമേ തന്നെ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് പായസത്തിനകത്തോട്ട് വേണ്ട തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല ഗോൾഡൻ കളർ വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്തെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിനി അടുത്തതായിട്ട് ഫ്രൈ ചെയ്യാൻ പോകുന്നത് നട്ട്സാണ്. നട്ട്സും വേണം, ഉണക്കമുന്തിരിയും വേണം. ആദ്യമേ തന്നെ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. 1 പിടി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പകുതി ഫ്രൈ ആകുമ്പോൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നട്ട്സും ഉണക്കമുന്തിരിയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും നമ്മൾക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നെയ്യ് കുറവാണെങ്കിൽ 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നുറുക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഈ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, മധുരം നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്തെല്ലാം തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾക്കിത് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. കട്ടകളൊന്നും തീരെയില്ല. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിവിടെ 5 കപ്പ് 2-ാം പാലും 1 കപ്പ് 1-ാം പാലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യമേ തന്നെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. മുഴുവൻ തേങ്ങാപ്പാലും ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. 3/4 ഭാഗമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായി കുറുകി വന്നതിന് ശേഷം നോക്കിയിട്ട് നമ്മൾക്ക് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി മാറ്റി വെച്ച കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം തിളച്ചാലും കുഴപ്പമില്ല. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തിളപ്പിക്കരുത്. ഇനി നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1-ാം പാൽ ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1 കപ്പ് 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും നട്ട്സ്, ഉണക്കമുന്തിരി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി തണുക്കുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും
റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്